ഹലോ ഫ്രണ്ട്സ്, എജുസോൺ എന്ന നമ്മുടെ ചാനലിലെ കൊമേഴ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. കൊമേഴ്സുകാർക്ക് വേണ്ടി മാത്രമല്ല, ഹ്യൂമാനിറ്റീസുകാർക്കും ഓരോ വിഷയങ്ങളിലെയും ചാപ്റ്റർ വൈസ് നോട്ടുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ നോക്കുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ്. അത്യാവശ്യം വെയിറ്റേജും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണിത്. മാനേജ്മെൻറ്റ് എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മാനേജ് ചെയ്യുക, അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയും അത് നിർവഹിക്കുന്ന വ്യക്തികളെയും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ് മാനേജ്മെൻറ്റ് എന്നതിന് മേരി പാർക്കർ ഫോളറ്റ് നൽകുന്ന ഡെഫിനിഷനാണ്: മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. അതായത് മറ്റുള്ള വ്യക്തികളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക അല്ലെങ്കിൽ നടത്തിയെടുക്കുക എന്നുള്ള ഒരു കലയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ 3 വശങ്ങളുണ്ട്: പ്രോസസ്സ്, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി. പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നത് ഒരു പ്രോസസ്സിലൂടെയാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഈ 5 കാര്യങ്ങൾ ഒരു പ്രോസസ്സിലൂടെയാണ് ബിസിനസ്സിലുള്ള മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നതിലൂടെ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ഗോളുകൾ അച്ചീവ് ചെയ്തെടുക്കുക. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഗോൾ അച്ചീവ് ചെയ്താലും മാത്രം പോരാ, അതിന് കാര്യക്ഷമമായി എങ്ങനെ ചെയ്യാമെന്നും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എങ്ങനെ കാര്യക്ഷമമായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കോസ്റ്റ്, മിനിമം കോസ്റ്റിൽ എങ്ങനെ ചെയ്തു തീർക്കുക എന്നുള്ള എഫിഷ്യൻ്റായി ഒരു പ്രവർത്തനത്തെ ചെയ്തെടുക്കുന്നത് മൂലം ഒരു ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എഫിഷ്യൻസിയിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ് എന്നുള്ളതാണ്. എല്ലാ ഓർഗനൈസേഷനും ഒരു സെറ്റ് ഓഫ് ഗോൾസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ചില ഓർഗനൈസേഷനിൽ സെയിൽസ് കൂട്ടണമെന്നായിരിക്കും, പ്രോഫിറ്റ് കൂട്ടണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിലും അതിൻ്റെ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക ഗോൾ അച്ചീവ് ചെയ്തെടുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ഓൾ പെർവസീവ് എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സർവ്വവ്യാപിയാണ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഒരു ഓർഗനൈസേഷന് പുറത്താണെങ്കിലും അകത്താണെങ്കിലും മാനേജ്മെൻറ്റ് എല്ലായിടത്തും ഉണ്ട്. അതായത് ഇപ്പോൾ സാമൂഹികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും എല്ലായിടത്തും മാനേജ്മെൻറ്റ് എത്തുന്നു, എല്ലാവരെയും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. അതൊക്കെ അനുസരിച്ചിട്ടാണ് മാനേജ്മെൻറ്റ് ബിസിനസ്സിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നുള്ളത് ഇന്ത്യയിലെ ഒരു മാനേജ്മെൻറ്റ് ചെയ്യുന്ന അതേ പ്രവർത്തനം തന്നെയാണ് UK ഒരു മാനേജ്മെൻറ്റും ചെയ്യുന്നത്. എല്ലായിടത്തും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപോലെ കിടക്കുന്ന ഒരു സർവ്വവ്യാപിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് ഒന്നിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉന്നമിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, അതായത് ഇപ്പോൾ ഓരോ സ്ഥാപനങ്ങളിലും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂളാണെങ്കിൽ അവിടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും അവിടുത്തെ മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. പിന്നെ മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾസ്, ഏതൊരു സ്ഥാപനത്തിലെയും ഒരു വാല്യുബിൾ അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അപ്പോൾ ഇവരെ കൈകാര്യം ചെയ്യുക, ഓരോ എംപ്ലോയീസിനെയും ഇൻഡിവിജ്വലായിട്ട് ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസ് ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന പ്രവർത്തനത്തെ, അതായത് ഒരു റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതിന് ശേഷം അത് മറ്റുള്ളവർക്ക് വിൽക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാക്കി മാറ്റിയെടുക്കുക എന്നതൊരു ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. അതുകൂടി മാനേജ് ചെയ്യുക എന്നതാണ് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്.
നാലാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് എന്നതാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതൊരിക്കലും അവസാനിക്കുന്നില്ല. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡിറക്റ്റിംഗ്, കൺട്രോളിങ് തുടങ്ങിയിട്ടുള്ള ഈ 5 കാര്യങ്ങൾ ചേർന്ന് ഒരു സർക്കിൾ പോലെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസാനമില്ലാത്തതുമായിട്ടുള്ള ഒരു തുടർച്ചയായ പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത 5-ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്നുള്ളതാണ്. അതായത് ബിസിനസ് സ്ഥാപനത്തിലെ ഒരു ഓർഗനൈസേഷണൽ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് മാനേജ്മെൻറ്റ്. അടുത്ത് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ എന്നുള്ളതാണ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിളും ടെക്നിക്കുകളും ഒക്കെ ബിസിനസ്സിന് പുറത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കാം. പ്രോഫിറ്റും ഗോൾസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മാനേജ്മെൻറ്റ് ഫ്ലെക്സിബിളാണ്. മാറ്റങ്ങൾക്കനുസരിച്ച് ടെക്നോളജിയും അല്ലെങ്കിൽ ടെക്നിക്കുകളും നമ്മുടെ തീരുമാനങ്ങളെയും നമുക്ക് മാറ്റാൻ, പ്ലാനുകളെ മാറ്റാൻ ഒക്കെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് 7-ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്നുള്ളതാണ്. മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ എഫേർട്ടുകളെയും നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷേ അത് ബിസിനസ്സിൽ മാറ്റം ഉണ്ടാക്കും. നല്ലതാണെങ്കിലും ചീത്തയാണ്. ഇപ്പോൾ മോശം രീതിയിലാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ബിസിനസ്സിൻ്റെ ഗ്രാഫ് താഴോട്ടായിരിക്കും. നല്ലൊരു മാനേജ്മെൻറ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ഉയർന്നിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് മാനേജ്മെൻറ്റ് കാണാൻ കഴിയില്ലെങ്കിലും നമുക്ക് അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത് 5 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാവുന്ന ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ എക്സാമിന് നമുക്ക് എഴുതാൻ കഴിയുന്ന 5 6 പോയിൻറ്റുകൾ പഠിച്ചു വയ്ക്കുക. അടുത്തായിട്ട് പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിന് ഉണ്ടാകുന്ന ലക്ഷ്യങ്ങൾ 3 തരത്തിലാണുള്ളത്. ഒന്ന് ഓർഗനൈസേഷനിലാണ്, പിന്നെ സോഷ്യലാണ്, പിന്നെ അടുത്ത് പേഴ്സണലാണ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവുകളാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിൽ സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത് എന്നുള്ള 3 കാര്യങ്ങളാണുള്ളത്. സർവൈവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിൽപ്പ്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാട്ടിലും ഒരുപക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് സർവൈവ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ കൂടെ ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും എക്കണോമിക്കലി നമ്മൾ സർവൈവ് ചെയ്ത് നിലനിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെയാണ് പ്രോഫിറ്റ് വരുന്നത്. സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബിസിനസ്സിലുണ്ടാവുക ഇങ്ങനെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ലോ കോസ്റ്റ്, ലോ റിസ്ക്, അതിലൂടെയൊക്കെ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൽ നോക്കുന്നത്. പിന്നെ അടുത്താണ് ഗ്രോത്ത്. ഒരു ദീർഘകാല പെർസ്പെക്റ്റീവ് എന്ന രീതിക്കാണ് ഗ്രോത്തിനെ കാണുന്നത്. ബിസിനസ്സിനെ വികസിപ്പിക്കുക എന്നൊക്കെയുള്ളൊരു ഉദ്ദേശത്തിൽ. അടുത്തത് പേഴ്സണൽ ഒബ്ജക്റ്റീവാണ്. അതായത് ഒരു ഓർഗനൈസേഷനിലേക്ക് വരുന്ന വ്യക്തികൾ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടും ക്യാരക്ടർ കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇവർക്കൊക്കെ ബിസിനസ്സിൽ അവരുടെ ഒരു പക്ഷേ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയായിരിക്കാം അവർ ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് വരുന്നതും വർക്ക് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അത് മനസ്സിലാക്കുക, അവിടെ ഒരു ഹാർമണി ഉണ്ടാക്കുക എന്നുള്ളതാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവിൽ ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത പോയിൻറ്റുകളാണ്. ഒന്നാമത്തെ പോയിൻ്റ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. ഗ്രൂപ്പായിട്ടുള്ള ഗോളുകളെ അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് മാനേജ്മെൻ്റ് ഉള്ളത്. പിന്നെ ഇൻക്രീസ് എഫിഷ്യൻസി. മാനേജ്മെൻറ്റ് ഒരു എങ്ങനെ കാര്യക്ഷമമായിട്ട് പ്രവർത്തനങ്ങളെ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു എഫിഷ്യൻസി മാനേജ്മെൻറ്റിനുണ്ട്. മൂന്നാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. അതായത് പുറത്തുനിന്നും അകത്തുനിന്നുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പ്ലാനിങ്ങിലും ഡിസിഷൻസിലും ഒക്കെ മാറ്റമുണ്ടാക്കാൻ മാനേജ്മെൻറ്റിന് കഴിയുന്നുണ്ട്. പിന്നെ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തികളിൽ വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക, അവരുടെ
വർക്കേഴ്സിൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്ന പോലെ നിൽക്കുക, തമ്മിലൊരു ഹാർമണി ഉണ്ടാക്കുക, അതിലൂടെ ഗ്രൂപ്പ് അച്ചീവ് ചെയ്യുക ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. ഏതൊരു ബിസിനസ്സും എപ്പോഴും സ്വന്തം പ്രോഫിറ്റിനും സർവൈവലിനും മാത്രം, ഗ്രോത്തിനൊന്നും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതല്ല, സാമൂഹികമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഇടപെടുകയും സാമൂഹികമായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി കൂടിയും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നുണ്ട്. അടുത്തത് നേച്ചർ ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവം അത് 3 തരത്തിലാണെന്ന് പറയുന്നത്. ആസ് എൻ ആർട്ട്, ഒരു ആർട്ട് എന്ന രീതിയിൽ, പിന്നെ ആസ് എ സയൻസ്, ഒരു സയൻസ് എന്ന രീതിയിൽ, ആസ് എ പ്രൊഫഷൻ എന്ന രീതിയിൽ. ആസ് എൻ ആർട്ട് എന്നതിൽ ആദ്യം വരുന്നത് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളേജ് എന്നതാണ്. ഏതൊരു കലയും പോലെ അത് ഈ മാനേജ്മെൻറ്റിന് പിന്നിലും തിയററ്റിക്കലായിട്ടുള്ള കുറച്ച് നോളേജുകൾ, സൈദ്ധാന്തികപരമായിട്ടുള്ള അറിവുകൾ ഉണ്ട്. അപ്പോൾ അതാണ് ഒന്നാമതായിട്ട് വരുന്നത്. പിന്നെ പേഴ്സണൽ ആപ്ലിക്കേഷൻ. എല്ലാ കലകളിലും ഇപ്പോൾ ഏത് കഴിവായിക്കോട്ടെ, നമ്മൾ ചിലപ്പോൾ പക്ഷേ പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതി കൂടി അതിൽ ആഡ് ചെയ്യും. അതുപോലെ തന്നെയാണ് മാനേജ്മെൻറ്റും. നമ്മൾ നമ്മുടേതായ ഐഡിയകളും നമ്മുടേതായുള്ള സ്കില്ലുകളൊക്കെ അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. നിരന്തരമായ പ്രാക്ടീസിലൂടെ മാത്രമേ ഒരു കഴിവിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയൂ. അപ്പോൾ അതുപോലെ തന്നെ മാനേജ്മെൻറ്റും കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെയും ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെയൊക്കെയാണ് മാനേജ്മെൻറ്റ് വികസിക്കുന്നത് ആസ് എൻ ആർട്ട് എന്ന രീതിയിൽ. ആസ് എ സയൻസ് എന്ന രീതിയിൽ മാനേജ്മെൻറ്റ് വരുന്ന സമയത്ത് അതൊരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളേജാണ്. അതായത് ഒരു പ്രത്യേക സിസ്റ്റമായിട്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു ഫിസിക്സ് ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് ആ ഇക്വേഷൻ മാത്രം വെച്ച് ഒരു പക്ഷേ അതിൻ്റെ ഉത്തരം കിട്ടി എന്ന് വരുള്ളൂ. ഇപ്പോൾ ഫിസിക്സിൽ വേഗത കണക്കാക്കാനാണ്, അല്ലാതെ നമുക്കതിൽ ഫ്ലെക്സിബിൾ അല്ല. ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളേജാണ്. പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ. അതായത് പരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ നിഗമനം എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമാണ് പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പിന്നെ യൂണിവേഴ്സാലിറ്റി ഓഫ് ദെയർ ആപ്ലിക്കേഷൻ. അതായത് ലോകത്തെല്ലായിടത്തും സയൻസിനെ സംബന്ധിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മാനേജ്മെൻറ്റിനും. ഇതൊക്കെയാണ് ആസ് എ സയൻസ് എന്ന രീതിയിൽ മാനേജ്മെൻറ്റ് വരുമ്പോഴുള്ള കാര്യങ്ങൾ. ആസ് എ പ്രൊഫഷൻ എന്ന രീതിയിൽ വരുമ്പോൾ ആദ്യത്തെ പോയിൻ്റ് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളേജ് എന്നതാണ്. പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയത്തിൽ തന്നെ പഠിക്കുകയും അതിനെപ്പറ്റി കൂടുതൽ അറിയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്രൊഫഷണലാവാൻ പറ്റൂ. അപ്പോൾ തന്നെ മാനേജേഴ്സിനും അങ്ങനെയുണ്ട്, MBA പഠിക്കുക എന്നൊക്കെ. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരും MBA കഴിഞ്ഞവരല്ല സ്ഥാപനങ്ങളിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. അല്ലാതെയും ഇപ്പോൾ പ്രസൻ്റ്ലി കുറേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റെസ്ട്രിക്റ്റഡ് എൻട്രി. എല്ലാ മാനേജേഴ്സും MBA കഴിഞ്ഞവരാണെന്ന് ഇക്കാലത്ത് പറയാൻ പറ്റില്ല. പക്ഷേ റെസ്ട്രിക്റ്റഡ് എൻട്രി ആയിരുന്നു, MBA പഠിച്ചവർ മാത്രം വന്നാൽ മതി മാനേജിങ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അത്ര സ്ട്രിക്റ്റ് അല്ല. കാര്യങ്ങൾ അറിയുന്നവർക്കും മാനേജ് ചെയ്യാൻ കഴിയുന്നവർക്കും മാനേജറാവാം എന്നൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നുള്ളത് പ്രൊഫഷണൽ അസോസിയേഷനാണ്. നമ്മുടെ ഇപ്പോൾ ഏതൊരു പ്രൊഫഷനാണെങ്കിലും അതിന് ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന് തന്നെ അസോസിയേഷൻ ഉണ്ട്. അതുപോലെ ഓരോ പ്രൊഫഷനിലും ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും അങ്ങനൊരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്. ഇപ്പോൾ ഡോക്ടർമാർക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉള്ളതുപോലെ, അല്ലെങ്കിൽ വക്കീലന്മാർക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉള്ളതുപോലെ. അപ്പോൾ ഇതുപോലെ തന്നെ മാനേജ്മെൻറ്റിനും ഉള്ളതാണ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ. പക്ഷേ ഇത് കമ്പൽസറി അല്ല. എല്ലാ മാനേജറും അതിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പ്രൊഫഷണലല്ല എന്താണെങ്കിലും അതിലൊരു എത്തിക്സ് ഉണ്ട്. അതാണ് അടുത്ത പോയിൻ്റ് പറയുന്നത്, എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. ഇതിലും ഒരു എത്തിക്സ് ഉണ്ട്. മാനേജ്മെൻറ്റിനും അതിൻ്റേതായ എത്തിക്സ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഉള്ളത് സർവീസ് മോട്ടീവാണ്. അതായത് ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു തരം സർവീസാണ്. അതായത് ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ സഹായിക്കുന്നു എന്ന രീതിയിൽ. ഇതിൽ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിൽ ഇതിലേതെങ്കിലും 2 എണ്ണമായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാം. ആസ് എൻ ആർട്ടോ ആസ് എൻ സയൻസോ, അല്ലെങ്കിൽ ഇതിലേത് 3 എണ്ണം ഉണ്ട്, അതിലേതെങ്കിലും 2 എണ്ണം നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്.
അടുത്തത് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിനും 5 മാർക്ക് ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ്. 3 ലെവൽ ഓഫ് മാനേജ്മെൻ്റ് ആണുള്ളത്. അതിലേറ്റവും ടോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ CEO, ജനറൽ മാനേജർ, ഇവരൊക്കെ വരുന്നതാണ് ടോപ്പ് മാനേജ്മെൻറ്റ്. ഇനി മിഡിൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡുകളും ബ്രാഞ്ച് മാനേജേഴ്സും വരുന്ന ഒന്നാണ്. പിന്നെ ലോവർ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർവൈസേഴ്സ്, അതുപോലെ തന്നെ സെക്ഷൻ ഓഫീസേഴ്സൊക്കെ വരുന്നു. ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസും അതുപോലെ തന്നെ 3 മാനേജ്മെൻറ്റ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ഒബ്ജക്റ്റീവുകൾ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പോളിസികളും സ്ട്രാറ്റജിക് പ്ലാനുകളും സെറ്റ് ചെയ്യുക, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡുകളെ നിയമിക്കുക, ലീഡർഷിപ്പും ഡയറക്ഷൻസും പ്രൊവൈഡ് ചെയ്യുക, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുക, പിന്നെ ഗവൺമെൻറ്റും വർക്കേഴ്സും വേറെയുള്ള ഓർഗനൈസേഷൻസും തമ്മിലൊക്കെയുള്ള ബന്ധം നിലനിർത്തുക എന്നൊക്കെയുള്ളതാണ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസായിട്ട് വരുന്നത്. അടുത്തത് മിഡിൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസാണ്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുത്ത തീരുമാനങ്ങളും അവരുടെ പോളിസികളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. പിന്നെ ടോപ്പ് ലെവലിൽ നിന്നുള്ള ഓർഡേഴ്സ് ലോ ലെവലിലേക്ക് എത്തിക്കുക, ലോ ലെവലിലെ പരാതികളും സജഷൻസും ടോപ്പ് ലെവലിലേക്ക് എത്തിക്കുക, ടോപ്പ് ലെവലിൻ്റെയും ലോ ലെവലിൻ്റെയും തമ്മിലുള്ളൊരു കണ്ണിയായി പ്രവർത്തിക്കുക, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ ഡിസിഷൻസ് എടുക്കുക. ഇതൊക്കെയാണ് മിഡിൽ ലെവലിൻ്റെ ഫങ്ഷൻസായിട്ട് വരുന്നത്. അടുത്തതായിട്ട് ലോ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്, അതായത് പ്ലാനിങ് ഓഫ് ഡേ ടു ഡേ വർക്ക്, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടത്തുക, മെറ്റീരിയലും മെഷീനറികളും ടൂളുകളും അറേഞ്ച് ചെയ്യുക, പിന്നെ റിപ്പോർട്ടുകൾ അതായത് വർക്കേഴ്സിൻ്റെ റിപ്പോർട്ടുകൾ ഹയർ അതോറിറ്റി ആയിട്ടുള്ള മിഡിൽ ലെവലിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും വർക്കേഴ്സിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളും അവരുടെ പരാതികളും മിഡിൽ ലെവലിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് ലോ ലെവലിൻ്റെ ഫങ്ഷനായിട്ട് വരുന്നത്. അടുത്ത് വരുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല ഇതിൽ ഓരോ ഫങ്ഷൻസും നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കാനുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് തുടങ്ങിയിട്ടുള്ള ഫങ്ഷൻസാണ് മാനേജ്മെൻറ്റിൻ്റെ വരുന്നത്. അതിൽ ആദ്യം പ്ലാനിങ് ആണ്. പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു ഇറ്റ്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും തീരുമാനിക്കുന്നതിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ് refers to the identification and grouping of activities to be undertaken in the organization for achieving specified objectives. അതായത് ഒരു സ്ഥാപനത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുകയും അതിനെ തരംതിരിക്കുകയും ചെയ്യുന്നതിനാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെയിൽസ് ആണെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ മാത്രമാണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ പ്രവർത്തനങ്ങളെ വേർതിരിക്കുകയും എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നതിന് വേണ്ടി ആക്ടിവിറ്റീസിനെ തരംതിരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഓർഗനൈസിംഗ് ആയിട്ട് വരുന്നത്. സ്റ്റാഫിംഗ് ഫംഗ്ഷൻ refers to the action initiated to procure suitable personnel to fill various jobs in the enterprise. ഒരു സ്ഥാപനത്തിനകത്തുണ്ടാകുന്ന ജോബിന് അനുയോജ്യമായ സ്റ്റാഫിനെ നിയമിക്കുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിനകത്തുള്ള ഒബ്ജക്റ്റീവുകൾ അച്ചീവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് വർക്കേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് ഡയറക്റ്റിംഗ്. കൺട്രോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ്ങിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റികൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ നടക്കുന്നില്ലേ എന്ന് നോക്കുക. അതുപോലെ തന്നെ റിസോഴ്സുകൾ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എഫിഷ്യൻ്റായി യൂസ് ചെയ്യുന്നില്ലേ എന്നൊക്കെ നോക്കുന്നതാണ് കൺട്രോളിങ്. അടുത്തത് കോർഡിനേഷൻ എന്നുള്ളതിൽ, കോർഡിനേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കോർഡിനേഷൻ ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എലമെൻസും ഒരുപക്ഷെ ചോദിക്കാം. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ വിവിധ യൂണിറ്റുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, അതുവഴി
ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് കോർഡിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോർഡിനേഷൻ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ എലമെൻറ്റ്സ് ആയിട്ട് ഇൻറ്റഗ്രേഷൻ, ബാലൻസിങ്, ടൈമിംഗ് വരുന്നുണ്ട്. ഈ 3 പോയിൻ്റ് പഠിക്കുക. അടുത്തത് നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും ഫ്യൂച്ചറും ഇതിൻ്റെ കോർഡിനേഷൻ്റെയാണ് പറയുന്നത്. എസൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്, അതായത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാന ഫങ്ഷനായിട്ടാണ് വരുന്നത്. പിന്നെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒരു ഗ്രൂപ്പ് എഫേർട്ടാണ്, പിന്നെ യൂണിറ്റി ഓഫ് എഫേർട്ടാണ്, കോമൺ പർപ്പസ്. ഓർഗനൈസേഷൻ ഗോൾ എന്ന് പറയുന്നത് ഒരു കോമൺ പർപ്പസ് ആണല്ലോ. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷനാണ്, അതായത് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ എല്ലാ ഫങ്ഷനും വേണ്ടിയിട്ടുള്ള ഒരു കീ ആയിട്ട് പ്രവർത്തിക്കുന്നു, പിന്നെ ഹ്യൂമൻ റിലേഷൻസ് നിലനിർത്താൻ സഹായിക്കുന്നു, പിന്നെ സ്പെഷ്യലൈസേഷൻ, ഏതിലാണോ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അതിലൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുന്നു. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് ചോദിക്കുക. അടുത്ത ചാപ്റ്ററുകളുടെ വീഡിയോ വരുന്നതായിരിക്കും.